നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടീഷർട്ടിനെ ഡിസൈൻ ചെയ്ത് റീസൈക്കിൾ ചെയ്യാം. ഞാനൊരു ടീഷർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ബനിയൻ ക്ലോത്താണ്. തുണികൾ കൊണ്ടുള്ള പൂക്കൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കറുത്ത കളറിലും വെളുത്ത കളറിലുള്ള 2 തരം തുണികൾ എടുത്തിട്ടുണ്ട്. രണ്ടും ബനിയൻ ക്ലോത്ത് തന്നെയാണ്. ഇനി തുണിയെ ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ 4 മടക്കാം. ഒരു കത്രിക കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പം ഒരു പൂവിൻ്റെ 4 ഇതളുകൾ കിട്ടി. ഇതുപോലെ ആ തുണികൾ ഉപയോഗിച്ച് ആവശ്യമുള്ള അത്രയും ഇതളുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ആവശ്യത്തിനുള്ളത് കറുത്ത തുണിയിലും വെളുത്ത തുണിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പൂ പോലെ ആക്കണം. അതിന് ഇതുപോലെ സൂചി കൊണ്ട് ഒരു വശത്തു നിന്ന് മറ്റു വശത്തേക്ക് നൂല് ഓടിച്ച് നടുവശത്ത് കെട്ടിടാം. ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് വക്കുകൾ തയ്ക്കേണ്ട ആവശ്യമില്ല, നൂല് ഇളകിപ്പോയില്ല. ഇപ്പോൾ 2 എണ്ണം ഞാൻ അങ്ങനെ കെട്ടിട്ട് വെച്ചു. ഇനി ഈ 2 കൂടെ ഇങ്ങനെ തമ്മിൽ ഒരുമിച്ച് പിടിച്ച് ക്രോസ് ചെയ്ത് പിടിച്ച് നടുവശം നമുക്ക് തയ്ച്ച് യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു പൂവായി കഴിഞ്ഞു. ഇനി ടീഷർട്ടിൽ കുറച്ച് റിബൺസ് തയ്ച്ച് ചേർക്കാം. അതിന് ഈ ബനിയൻ ക്ലോത്ത് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത പീസസാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉഷ ജനോം മെഷീനിലോ ഓർഡിനറി സെയിം മെഷീനിലോ തയ്ക്കാവുന്നതാണ്. പ്രസർ ഫൂട്ട് വെച്ച് തയ്ക്കുന്നതാണ് നല്ലത്. റിബണുകൾ ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി പൂക്കൾ ഓരോന്നും ഇതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ തയ്ച്ച് ഉറപ്പിക്കാം. സൂയിങ് മെഷീൻ ഉപയോഗിച്ചും പൂക്കൾ തയ്ച്ചുറപ്പിക്കാം. ഞാനിവിടെ സൂചി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞു. പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതുപോലെ പല രീതിയിൽ നമ്മൾക്ക് ടീഷർട്ടിനെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.
താങ്ക് യു.